ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമുക്കൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തീയലൊക്കെ വെക്കുമല്ലോ ഈ കൊഞ്ചിൽ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചീനച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം കേട്ടോ അതിനകത്ത് പൊട്ടിക്കുന്നത്. അപ്പോൾ പെരിഞ്ചീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഞാനിവിടെ കട്ടി മിക്സിനകത്ത് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ മെഷീൻ ഉണ്ടല്ലോ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുണ്ട്. 100 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ ഞാൻ നമ്മളെ ഈ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള മസാലസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, പിന്നെ നമുക്ക് വേണമെങ്കിൽ കുരുമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ചൂടാക്കി എടുക്കണമേ. ഇത് ചൂടാക്കി എടുത്ത ശേഷം നമുക്കൊരു കാര്യം ചെയ്യണം. നമുക്ക് ആവശ്യമായിട്ട് നമുക്ക് തക്കാളിക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ തക്കാളിക്ക് 2 ചെറിയ തക്കാളിക്ക് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. പേസ്റ്റ് ഞാൻ ആ കട്ടിംഗ് മെഷീൻ തന്നെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒന്ന് വാങ്ങി നോക്കണേ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്ത ശേഷം അതിനകത്തോട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കൊരു സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. സൈഡിലോട്ടൊന്ന് മാറ്റി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒരു സൈഡിലോട്ട് ആക്കിയ ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് നമ്മളെ കൊഞ്ചുണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു സൈഡിലോട്ട് ഇത് ഒന്ന് വെച്ചു, പിന്നെ മറ്റേ സൈഡിൽ നമ്മൾ കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കത് മൂടി വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ കൊഞ്ച് ഒരു സൈഡിൽ കിടന്ന് ഈ മസാലയുടെ കൂടെ അല്ലാതെ അതിൻ്റെ വെള്ളം ഇറങ്ങി അത് നന്നായിട്ടൊന്ന് വെന്ത് വരുമേ. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ഞാനൊരു വീഡിയോ കണ്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പം അതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പം നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാമേ. അപ്പോൾ നിങ്ങൾക്ക് കൊഞ്ചിഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഈ സാധനം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇതിന്ന് 2 വശത്താക്കി വെച്ച ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ഇറങ്ങി കൊഞ്ചൊന്ന് ഒരു ഓറഞ്ച് കളർ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് മിക്സ് ചെയ്യണം. കണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൊഞ്ചൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എടുത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്, അതുകൊണ്ട് ഞങ്ങൾ തേങ്ങാപ്പാലൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ വെളിച്ചെണ്ണയിലാണ്ട് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാലൊന്നും യൂസ് ചെയ്തില്ല. നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് തേങ്ങാപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് എടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആയിട്ട് കൊടുക്കും. ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ചപ്പാത്തിയിലൂടെ കഴിക്കാനായിട്ട് കുറച്ച് ഗ്രേവിയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യം നമുക്ക് ഇറക്കി വെക്കാൻ നേരത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഈ മസാലപ്പൊടിയും കൂടെ ഇട്ട് നമുക്കിത് ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമേ. ബൈ ബൈ, താങ്ക് യു.